ബാറുകളിലൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ അള്ളുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇവർ. പാട്ടൊക്കെ വെച്ച് അവിടെ കിടന്ന് ഒച്ചപ്പാടും ലഹളയും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാരെ വെല്ലുവിളിക്കലും അങ്ങനെ സ്ഥിരം ഇവരെ പ്രശ്നക്കാരാണ് ഇവർ. CSF എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് അതിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വളരെ നല്ല മാന്യമായിട്ട് പെരുമാറുന്ന മലയാളികളും അത്യാവശ്യം തമിഴ് അങ്ങനത്തെ ഈ ഹിന്ദിക്കാരാണ് കൂടുതലും ഇതിൽ നമുക്ക് വിഷയം. ബൈക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പീഡിൽ പോയാൽ എന്തെന്ന് നിങ്ങൾ പയ്യെ പോകാൻ പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരെ ചോദിക്കാമെന്ന് ചോദിക്കണം അവർ നമ്മുടെ മെക്കട്ടേക്കാരാണ്. അപ്പോൾ ഇവരെ ഇവിടെ ഇപ്പോൾ 2-3 വിഷയങ്ങളായി. വണ്ടിയായിട്ടും ഇവർ കാറായിട്ടും അതാ ഇവരെ വണ്ടികളല്ല മലയാളി വണ്ടികൾ തന്നെ റെൻറ്റിന് ഇടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ എടുത്തിട്ട് ഇവർ മദ്യം കുടിച്ചുകൊണ്ട് വന്ന് നാട്ടുകാരുടെ മെക്കെട്ടുകാരിലൊക്കെ. പിന്നെ നമ്മൾ കൂടുതലും നമുക്ക് സഹായം കിട്ടില്ലല്ലോ, അവർക്കുള്ള സഹായം കിട്ടുള്ളൂ. നമ്മൾ ഇവിടുത്തെ വിഷയം വേണ്ട. ഞാൻ എയർപോർട്ട് ജീവനക്കാരനായിരുന്നു. അപ്പോൾ നമുക്ക് അവരറിയാം. അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ ഇതിലേക്ക് കൂടുതൽ ഇഷ്യൂസിന് പോകാറില്ല. കാരണം എന്താ അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതലും ന്യായം അവരുടെ ഭാഗത്തേക്ക് കിട്ടുള്ളൂ. നാട്ടുകാർക്കൊരു നീതിയും കിട്ടൂല. അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും ഏതിൻ്റെ ഭാഗത്തുനിന്നായാലും വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. ഭയങ്കര ബുദ്ധിമുട്ട്. ഇവർ വാടക താമസിച്ച് നമുക്ക് ഭയങ്കര ഇഷ്യൂസ് തലവേദനയാണ്. നമുക്ക് അവർ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യം ചെയ്യാൻ അവർക്ക് അവരുടെ നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ അതാണ് പ്രശ്നം.